Good morning to all. Ma'am. Good morning. Okay, good morning. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാട്ടോ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. Okay, ma'am. Good morning, ma'am. Good morning, friends. Prayer. ദൈവമേ ഞാനിൻ സവിതേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപയെന്നിൽ തൂകണമേ. സർവജ്ഞാനത്തിൻ ഉറവിടമാം ദേവാ നീ നിന്റെ ജ്ഞാനത്താൽ എന്നെ നിറച്ചിടണമേ. ഞാൻ ചെയ്യും കർമ്മങ്ങൾ നിൻ കൃപയാലേകണമേ. എൻ്റെ വീതികളിൽ നീ ദീപമായിടണേ. ദൈവമേ ഞാൻ നിൻ സവിതേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപയെന്നിൽ തൂകണമേ. Thank you, ma'am. Thank you, friends. Thought of the day. Exams are not a test of your worth. They are a chance to show what you have learned. പരീക്ഷകൾ നിങ്ങളുടെ മൂല്യം അളക്കുന്നതല്ല, നിങ്ങൾ പഠിച്ചതിനെ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമാണ്. Believe in yourself, stay focused and do your best. Success will follow. Have a good day. Thank you. Good morning, my dear teacher Ashwati ma'am and my dear friends. You are all welcome to our classroom. I hope the class will be great and successful. I hope you will enjoy the class. Have a good time. Thank you for joining us. Okay. Yeah, and again, good morning to all. And how are you all? Fine, ma'am. മാം അതിനെ കാണുന്നില്ലല്ലോ. കാണും കുറച്ച് കാണിരിക്കും. കാണുന്നുണ്ടല്ലോ ഇപ്പൊ. ഓണായി വരുന്നേ ഉള്ളൂ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് പ്രസന്റ് ടെൻസ് അല്ലെ, പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ചെയ്തു അല്ലെ? അതെ, ഒരു നമുക്ക് ഒരു ഹാഫ് ആൻ അവർ പ്രസന്റ് ടെൻസിന്റെ പ്രസന്റേഷൻ കണ്ടിന്യൂ ചെയ്യും. നമുക്ക് അത് പ്രസന്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ എക്സാമിന് ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്നും ഏതൊക്കെയാണ് പഠിക്കേണ്ടതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ക്ലിയർ? സ്റ്റാർട്ട് ചെയ്താലോ? അങ്ങനെയാണെങ്കിലോ പ്രസന്റ് ചെയ്യൂ കേട്ടോ. 4 ടെൻസും പ്രസന്റ് ചെയ്യാം. റെഡിയാണോ? റെഡിയല്ല, ഒന്നും വേണ്ടതില്ല. എന്താ ചെയ്യണ്ടേ? ഓക്കെ മാം, ഞാൻ പറയാം. ടെൻസ് ആണ് പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. ടെൻസ് നമുക്ക് പ്രസന്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ, മോഡിഫൈ വെർബ്സ്, ഫോംസ്, അതൊക്കെയാണ്. 3 മെയിൻ ടൈംസ് ഡിവൈഡഡ് ഇൻ ടു സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതിൽ ഫസ്റ്റ് പ്രസന്റ് ടെൻസ്. പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ ഈസ് ഹാപ്പനിങ് നൗ ഓർ റെഗുലർലി, അതായത് വർത്തമാനകാലം, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴും കൂടി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളാണ് പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്, അത് ചെയ്യുന്നു. അതാണ് ഈ ആക്ഷൻ ഡൺ ഓൺ ഡെയിലി ബേസിസ് ഓർ യൂണിവേഴ്സൽ ട്രൂത്ത്. ഡെയിലി ബേസിസും യൂണിവേഴ്സൽ ട്രൂത്തും എല്ലാം കൂടി നമ്മൾ ഒന്നിച്ച് പറയുന്ന സമയത്ത് ആ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നമ്മളത് പറയുക. ഇപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഫോർമുല പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് V1. ഇഫ് ഐ യു വി ദേ ഹി ഷീ ഇറ്റ് എവരിബഡി, ഇതൊക്കെ ഇതിന്റെ കൂടെ നമ്മൾ V1 വേർബ് V1 ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. എക്സാമ്പിൾ പറയണമെങ്കിൽ ഷീ റൈറ്റ് എ ലെറ്റർ, ഐ പ്ലേ ക്രിക്കറ്റ്, ദ ബോയ് ഈറ്റ്സ് ആപ്പിൾ, ഇതൊക്കെയാണ് അതിന് എക്സാമ്പിൾ. പിന്നെ സെക്കൻഡ് വൺ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. അർത്ഥം വരുന്നത് യൂസ് ടു ഷോ ദാറ്റ് ആൻ ആക്ഷൻ ഈസ് ഹാപ്പനിങ് അറ്റ് ദ മൊമെന്റ് ഓഫ് സ്പീക്കിംഗ്, ഹാപ്പനിങ് റൈറ്റ് നൗ.
നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പഠിക്കുകയാണ് അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ പറയുന്നതിനാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. അതിന്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് ആം, ഈസ്, ആർ അല്ലെങ്കിൽ വേർബും ING. സബ്ജക്റ്റിന്റെ കൂടെ ആമോ അല്ലെങ്കിൽ ഈസോ അല്ലെങ്കിൽ ആറോ. അത് സിംഗുലർ വരുന്ന സമയത്ത് നമ്മൾ ഈസ് ചേർക്കും. പ്ലൂറൽ ആകുമ്പോൾ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ആർ ചേർക്കണം. അങ്ങനെയാണ്. അത് വേർബിന്റെ കൂടെ ING. ഇതൊക്കെ വേർബിന്റെ ഫസ്റ്റ് ഫോം മാത്രമാണ് ചേർക്കേണ്ടത് കേട്ടോ. ഇതിൽ ഐ വരുമ്പോൾ നമ്മൾ ആം യൂസ് ചെയ്യണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഹി, ഷീ, ഇറ്റ് അതൊക്കെ വരുമ്പോൾ ഈസ്, അതായത് സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ ഈസും, പിന്നെ യു, വി, ദേ പ്ലൂറൽ ഇത് വരുമ്പോൾ ആറും യൂസ് ചെയ്യണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ആം ഡൂയിങ് മൈ ഹോംവർക്ക് നൗ. ദേ ആർ വാച്ചിങ് TV അറ്റ് ദ മൊമെന്റ്. ഹീ ഈസ് റീഡിങ് എ ന്യൂസ് പേപ്പർ. അപ്പോൾ റീഡിൻ്റെ കൂടെ റീഡിങ് നമ്മൾ ചേർക്കുന്നുണ്ട്. ഹീ വരുമ്പോൾ ഈസ് ചേർത്തു. ഇതാണ് അതിൻ്റെ എക്സാമ്പിൾസ്. അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലെ കംപ്ലീറ്റ് ആക്ഷൻസ് ആണ്. അതായത് കംപ്ലീറ്റ് ചെയ്ത ഒരു ആക്ഷൻ കംപ്ലീറ്റ് ചെയ്തതിനെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് വരുന്നത്. അതിന്റെ സ്ട്രക്ചർ, അതായത് കാലത്തെ സൂചിപ്പിക്കുന്നതിന് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് വാക്കുകളിൽ ഓൾറെഡി, ജസ്റ്റ്, നോട്ട് എറ്റ്, സിൻസ് അങ്ങനെയൊക്കെ നമ്മൾ അതിൽ ആഡ് ചെയ്യാറുണ്ട്, വാക്കുകൾ ചേർക്കാറുണ്ട്. സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ഹാവ് അല്ലെങ്കിൽ ഹാസ്. ഇതേപോലെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഹാവും, സിംഗുലർ ആണെങ്കിൽ ഹാസും. അതിന്റെ വേർബ് 3 പാർട്ടിസിപ്പിൾ ഫോമാണ് ചേർക്കുക. വേർബ് 3 ഫോമാണ് നമ്മൾ അതിൽ ചേർക്കാറുള്ളത്. ഇതിപ്പം ഹി ഹാസ് കം ഫ്രം ദുബായ് എക്സാമ്പിൾ പറയുമ്പോൾ ഇതിന്റെ നെഗറ്റീവ് വേർഡും ഉണ്ട്. നമ്മൾ ഹി ഹാസ് നോട്ട് കം ഫ്രം ദുബായ്. പിന്നെ ഇതിന് ക്വസ്റ്റ്യൻ മാർക്ക് ഇടും. അപ്പൊ ഹാസിന്റെ ഹി കം ഫ്രം ദുബായ്. പിന്നെ ഹാസിന്റെ ക്വസ്റ്റ്യൻ തന്നെ നെഗറ്റീവ് വേർഡ് ഉണ്ട്. അപ്പൊ ഹാസ് ഇൻഡ് എന്ന് ചേർക്കണം. ഹാസ് ഇൻ ഹി കം ഫ്രം ദുബായ്. രണ്ടാമത്തെ എക്സാമ്പിൾ ദ പ്ലെയിൻ ഹാസ് ജസ്റ്റ് ലെഫ്റ്റഡ്. അപ്പോൾ എന്താ അതിന്റെ നെഗറ്റീവ് വരുമ്പോൾ ഹാസിന്റെ കൂടെ നോട്ട് ചേർത്തിട്ട് നമ്മൾ പറഞ്ഞാൽ മതി. ദ പ്ലെയിൻ ഹാസ് നോട്ട് ജസ്റ്റ് ലെഫ്റ്റ്. ദ ക്വസ്റ്റ്യൻ മാർക്കിൽ വരുമ്പോൾ ഹാസ് ദ പ്ലെയിൻ ജസ്റ്റ് ലെഫ്റ്റ്. നെഗറ്റീവ് ആകുമ്പോൾ ഹാസിൻ്റെ ദ പ്ലെയിൻ ജസ്റ്റ് ലെഫ്റ്റ്. അങ്ങനെയാണ് പറയുക. അപ്പോൾ അതിൽ പ്ലൂറൽ ആകുമ്പോൾ ഐൻ്റെ കൂടെ നമ്മൾ ഹാവ് ആണ് ചേർത്ത്. ഐ ഹാവ് ഫിനിഷ്ഡ് വർക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഐ ഹാവ് നോട്ട് ഫിനിഷ്ഡ് വർക്ക് പറയാം. പിന്നെ ഹാവിൻ്റെ ഐ ഫിനിഷ്ഡ് വർക്ക്. ഹാവിൻ്റെ പറയുമ്പോൾ നെഗറ്റീവ് ഫോം, ഹാവ് ഐ ഫിനിഷ്ഡ് വർക്ക് എന്നും പറയാം കേട്ടോ. ഇനി അടുത്ത അതിന്റെ ഫോം, നാലാമത്തെ ഫോം എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇത് നേരത്തെ തുടങ്ങിയതും എന്നാൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതുമായ ഒരു ക്രിയ, ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നതാണിത്. അതായത് നേരത്തെ തുടങ്ങിയതായിരിക്കും ഇപ്പോഴും. ഇപ്പൊ നമ്മളിപ്പം മെഡിസിനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ. നേരത്തെ തുടങ്ങിയതാണ്, ഇപ്പോഴും തുടങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അവിടെ യൂസ് ചെയ്യുക. ഇതിലെ ആക്ഷൻ അതായത് സ്റ്റാർട്ടഡ് ഫ്രം പാസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയായിരിക്കും. സ്ട്രക്ചർ സബ്ജക്റ്റ് ഹാസ് ഓർ ഹാവ്, അതിൻ്റെ കൂടെ ബീൻ ചേർക്കണം. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വേർബ് ING ഫോം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് ഫോർ 3 years. ഇപ്പോൾ എന്താണ് ഐ ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് ഫോർ 3 years. ഇനിയിപ്പോൾ അതിൻ്റെ നെഗറ്റീവ് ഫോം ആണെങ്കിൽ ഐ ഹാവ് നോട്ട് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് ഫോർ 3 years. അതിൻ്റെ ക്വസ്റ്റ്യൻ ഫോം ആണെങ്കിൽ ഹാവ് ഐ ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് ഫോർ 3 years. അതിൻ്റെ തന്നെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഫോം ആണെങ്കിൽ ഹാവിൻ്റെ ഐ ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് ഫോർ 3 years. ഇതിന്റെ തന്നെ വേറൊരു ഇതാണ് പ്ലൂറൽ പറയാം. ദേ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ദി ബസ് സിൻസ് മോർണിംഗ്. അതിൽ ദേ ഹാവ് നോട്ട് ബീൻ വെയിറ്റിംഗ് ഫോർ ബസ് സിൻസ് മോർണിംഗ്. ഇത് നെഗറ്റീവ് ഫോം ആണ്. അതിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ ഫോം ഹാവ് ദേ ബീൻ വെയിറ്റിംഗ് ഫോർ ബസ് സിൻസ് മോർണിംഗ്. അതിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ്റെ നെഗറ്റീവ് മീനിങ് ഹാവിൻ്റെ ദേ ബീൻ വെയിറ്റിംഗ് ഫോർ ബസ് സിൻസ് മോർണിംഗ്. ഇനി ഇത് സിംഗുലറിലാണ് വരുമ്പോൾ ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഫോർ 3 hours. It has not been raining for 3 hours. Hasn't been raining for 3 hours. ഇങ്ങനെയാണ് ഇതിന്റെ ഫോമുകൾ. ഇപ്പൊ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. സ്പീഡ് കൂടിയോ എന്നൊരു സംശയം. താങ്ക് യു മാം. Okay, Shaima. ഇനി നെക്സ്റ്റ് ആരാം? നെക്സ്റ്റ് ആരുമില്ല? പഠിച്ച കാര്യങ്ങൾ പ്രസന്റ് ചെയ്യൂ.
ജിറ്റി പറഞ്ഞാലോ നമുക്ക്? പറയാം മാം. ഞാൻ കുറെ ക്ലാസ് ഒക്കെ മുടങ്ങിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് ആ നെഗറ്റീവ് ഫോം എനിക്ക് അങ്ങനെ മനസ്സിലായില്ല. സംശയം ചോദിച്ചോട്ടെ? ആ നമ്മൾ പ്രസന്റ് സിമ്പിൾ പ്രസന്റില്ലേ, ഇപ്പൊ ഷീ റൈറ്റ്സ് എ ലെറ്റർ എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ നെഗറ്റീവ് ഫോം വരുമ്പോ ഷീ റൈറ്റ്സ് നോട്ട് എ ലെറ്റർ അങ്ങനെയാണ് എഴുതേണ്ടത്. റൈറ്റ്സ് എങ്ങനെ വന്നു? അതാണ് റൈറ്റ്സ്. അപ്പൊ നെഗറ്റീവ് ഫോം ഷീ ഡസന്റ് വരും. ഡസിന്റ്. അതാ ചോദിച്ചാൽ സിമ്പിൾ പ്രസന്റിൽ അതെനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഡസിന്റ് ചേർക്കണം. ഷീ ഡസന്റ് റൈറ്റ് എ ലെറ്റർ എന്ന് വരും. ഓക്കെ ഓക്കെ. Then ജിറ്റി പറയോ? അറിയാവുന്ന മാത്രം പറയൂ ട്ടോ. Tense. Tense is classified into 3 types: present tense, past tense and future tense. ഇത് 3 ടെൻസുകളാണ്. 4 ആക്ഷൻസ് അവർക്കുണ്ട്. സിമ്പിൾ പ്രസന്റ് ടെൻസ്, പിന്നെ കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ പ്രസന്റ് ടെൻസിലെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ അറ്റ് പ്രസന്റ്, അതായത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയണത്. അപ്പൊ അതിൽ ഹാബിറ്റ്സ് ആവാം, റുട്ടീൻസ് ആവാം, പെർമനന്റ് സിറ്റുവേഷൻസ്, യൂണിവേഴ്സൽ ട്രൂത്ത് ഒക്കെ ആവാം അതിൽ. അപ്പൊ അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് V1 ആണ്. അപ്പൊ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ I, you, we, they പ്ലസ് V1, he, it, everybody, she ഒക്കെ വരും. അപ്പൊ അതില് അതാണ്. അതിൽ തന്നെ സിംഗുലർ ഉണ്ട്, പ്ലൂറൽ ഉണ്ട്. ഇപ്പൊ പ്ലൂറൽ സബ്ജക്റ്റിലൊക്കെ വരണതാണത് I, you, we, they. അത് ചേർക്കുന്നു. പിന്നെ സിംഗുലറിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹി, ഷീ, ഇറ്റ്, എവരിബഡി ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലൂറൽ സെന്റൻസ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ പറയണത് ഇപ്പൊ ഐ പ്ലേ, ഞാൻ കളിക്കുന്നു. അപ്പൊ അത് ഒന്നും കൂടി നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നു. അപ്പൊ എങ്ങനെ പറയാം? ഐ പ്ലേ ക്രിക്കറ്റ്. പിന്നെയോ ഞാൻ എന്നും രാവിലെ ഗ്രൗണ്ടിൽ കളിക്കുന്നു. അപ്പൊ അതെങ്ങനെ പറയാം? ഐ പ്ലേ ക്രിക്കറ്റ് എവറി മോർണിംഗ് ദ ഗ്രൗണ്ട്. അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ പ്ലൂറൽ സബ്ജക്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, ഏതൊക്കെ ചേർക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അതിന് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ പ്ലേ ഫുട്ബോൾ, യു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 8 AM, വി ഗോ ടു ദ സ്കൂൾ ഡെയിലി. അതൊക്കെ പ്ലൂറൽ സെന്റൻസ് ആണ്. ഇനി സിംഗുലറിലാണെങ്കിൽ നമ്മൾ പറയാം ഹീയും ഷീ ഇറ്റൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സിംഗുലറിന്റെ. അപ്പൊ സെന്റൻസ് വരുമ്പോൾ ഹി റൈറ്റ്സ് എ ബുക്ക്, ദെൻ ഷീ സ്പീക്സ് ഇംഗ്ലീഷ് ഫ്ലുവൻലി, ദെൻ ഇറ്റ് റെയിൻസ് ഇൻ ദ മൺസൂൺ. അതൊക്കെ അങ്ങനെ പറയും. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞത് സിമ്പിൾ പ്രസന്റ് ടെൻസ്. നെക്സ്റ്റ് ആണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താ പറയുന്നത്? ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നു അല്ലെങ്കിൽ ചെയ്യുകയാണ്. അതാണ് അതിന്റെ കറക്റ്റ് മീനിങ്. പ്രസന്റ് കണ്ടിന്യൂസിന്റെ കറക്റ്റ് മീനിങ് ചെയ്യുകയാണ്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ആം, ഈസ്, ആർ ഒക്കെ വരും. സബ്ജക്റ്റ് പ്ലസ് ആം, ഈസ്, ആർ പ്ലസ് ING നമ്മൾ ഉപയോഗിക്കും. അതിൽ തന്നെ പ്ലൂറലുണ്ട്, സിംഗുലറിലും ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ആം studying in the 2nd standard, then it is a very beautiful picture, she is cooking well. അതൊക്കെ അതിൽ സെന്റൻസിൽ പെടും. അങ്ങനെ നമ്മൾ 2 കഴിഞ്ഞു. മൂന്നാമതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് കേട്ടോ. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് അതെന്ന് പറയണത് ചെയ്തിട്ടുണ്ട്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ കറക്റ്റ് മീനിങ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ട് അത്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3, തേർഡ് ഫോം ആണ്. അപ്പൊ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആണ്. ഐ ഹാവ് കംപ്ലീറ്റ് ക്ലാസ്, ഞാൻ എൻ്റെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ കാര്യമാണ്. അതാണ്. അപ്പൊ അതിന്റെ സിംഗുലർ സബ്ജക്റ്റ് നമുക്കറിയാം ഏതാ ഉപയോഗിക്കുക? ഹാസ്. പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ഉപയോഗിക്കും. സിംഗുലറിൽ അതിന് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഹീയുടെ ഹാസ് ഉപയോഗിക്കും അല്ലേ. അപ്പൊ ഹി ഹാസ് കംപ്ലീറ്റ് ദ ഹോംവർക്ക്. ഷീ ആണെങ്കിൽ എന്താ ഉപയോഗിക്കുക? ഷീ ഹാസ് വിസിറ്റ് ജപ്പാൻ ട്വൈസ്. പിന്നെ ഐയുടെ കൂടെ നമ്മൾ ഏതാ ഉപയോഗിക്കാം? ഹാസ് ആണ് ഉപയോഗിക്കുക അല്ല, ഹാവ് ആണ് ഉപയോഗിക്കുക. അപ്പൊ ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. വിയുടെ കൂടെയോ? വി ഹാവ് ലിവ്ഡ് ഇൻ ദ ഹൗസ് ഫോർ 5 years. ദേയുടെ കൂടെയോ? ഹാവ് ആണ് ഉപയോഗിക്കുക. ദേ ഹാവ് ഈറ്റൻ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി. അങ്ങനെ. നെക്സ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്.
അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്ത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടില്ല, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ കറക്റ്റ് മീനിങ് വന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബി പ്ലസ് ING ഉപയോഗിക്കും. അങ്ങനെ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഇംഗ്ലീഷ് ഫോർ 1 hour. Then she has been working at the company. They have been playing cricket for an hour. We have been waiting for the bus for 15 minutes. അതാണ് അങ്ങനെയാണ് ഉപയോഗിക്കുക. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ ഡിറ്റി, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നെഗറ്റീവ്സിലാണോ ഡൗട്ട്സ് ഉള്ളത് എല്ലാവർക്കും? ആണോ? മാം, ആ നെഗറ്റീവിന്റെ ഒന്ന് പറഞ്ഞുതരോ? നോട്ട്, ഹാവ് നോട്ട്, പിന്നെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ. നമുക്ക് പെർഫെക്റ്റ് കണ്ടിന്യൂസിന് നെഗറ്റീവ്സ് വേണമെന്നില്ല കേട്ടോ. ചാൻസ് വളരെ കുറവാണ്. അത് കുഴപ്പമില്ല. അല്ലാതെ നമുക്ക് വരുന്നത് ബാക്കി 3 ടെൻസ് നെഗറ്റീവ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ഡൂം ഡസ് ആണ് യൂസ് ചെയ്യുന്നത്. പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ ഡൂം, സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഡസ് ആണ് നെഗറ്റീവ് വരുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും അത് രണ്ടും ഉണ്ടാവും. ഞാൻ ഹാസ് ആണെങ്കിലേ, ഹാസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഷി ഹാസ് റിട്ടൺ, ഷി ഹാസ് ഇൻറ്റ് റിട്ടൺ. അപ്പൊ അത് അങ്ങനെയല്ലേ വരിക? ഷി ഹാസ് ഇൻറ്റ്, പിന്നെ ഹാസ് ഷീ റിട്ടൺ, പിന്നെ ഹാസ് ഇൻറ്റ് ഷീ റിട്ടൺ, അങ്ങനെയാണോ? ഓക്കെ ഓക്കെ. ദെൻ ഇത്രയുള്ളൂ. ഇത് മലയാളം അറിയോ? എത്ര എഴുതിയിട്ടുണ്ട്, അവർ എത്ര എഴുതിയിട്ടില്ല, ഉണ്ടോ എന്നൊരു ചോദ്യമാണ് അങ്ങനെ വരുന്നത്. ഓക്കെ. അതല്ലാതെ അതിന് പകരം നമുക്ക് ചോദിക്കാമല്ലോ, വേറെ ഇതിലൊക്കെ ചോദിക്കാം. ഡു യു വെച്ച് ചോദിക്കാം, സിമ്പിൾ ആണ്. ഡു യു റൈറ്റ് ലെറ്റർ എന്ന് ചോദിക്കാം. നിങ്ങൾ ലെറ്റർ എഴുതാറുണ്ടോ എന്ന് വരും. മീനിങ്ങിൽ കുറച്ച് വ്യത്യാസം വരും. പക്ഷെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇതെല്ലാം കൺവേ ആകും, കുഴപ്പമില്ല. എന്നാലും ഹാഷ് യു റിട്ടേൺ ദ ലെറ്റർ എന്ന് ചോദിച്ചാൽ അവൻ ലെറ്റർ എഴുതിയിട്ടുണ്ടോ? കാരണം ഈ ഹാസും ഹാവും വരുമ്പോ ചെയ്തിട്ടുണ്ട് എന്നൊരു മീനിങ് ആണല്ലോ വരുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ എന്ത് വരും? ചെയ്തിട്ടുണ്ടോ എന്ന് വരും. ഓക്കെ, ക്ലിയർ? ഇനി ആരാ പ്രസന്റ് ചെയ്യാ? ബിസ്മിയ. 12 മണി വരെ സമയമുള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞാൽ പ്രസന്റൻസ് അവസാനിപ്പിക്കും കേട്ടോ. അതിന് നമ്മൾ ടാസ്കിലേക്ക് പോകും. അതിന് ഡൗട്ട് ഒന്നും ചോദിച്ചൊരു കാര്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞു. ഓക്കെ, ബിസ്മിയ പ്രസന്റ് ചെയ്യുന്നുണ്ടോ? ലൻഷി പറയാം. ഓക്കെ മാം, അല്ല ചെറുതായിട്ട് ഞാൻ പറയാം. ഓക്കെ, അതല്ലേ നല്ല പ്രസന്റ് ടെൻസ്. ഓക്കെ, പ്രസന്റ് ടെൻസ് 4 ടൈപ്പ് ഉണ്ട്. സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. ഐ വാക്ക് ടു സ്കൂൾ, നടക്കുന്നു, അതിന് വാക്ക് നടക്കുന്നു എന്നാണ്. ഇതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഐ ആം വാക്കിംഗ് ടു സ്കൂൾ. അപ്പോൾ അവിടെ ആം പ്ലസ് ING ഫോം വന്നു. അപ്പൊ അതിന്റെ മലയാളം വരുവാണെങ്കിൽ നടക്കുകയാണ്. പ്രസന്റ് പെർഫെക്റ്റ് വരുവാണെങ്കിൽ സെയിം എക്സാമ്പിൾ, ഐ ഹാവ് വാക്ക് ടു സ്കൂൾ. അവിടെ ഹാവ് വന്നു, വാക്കിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം V3 ഫോം വന്നു, വാക്ക്ഡ് ടു സ്കൂൾ. ഐ ഹാവ് ബീൻ വാക്കിംഗ് ടു സ്കൂൾ എന്ന് പറയുമ്പോൾ അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയി. ഐ ഹാവ് ബീൻ വാക്കിംഗ് ടു സ്കൂൾ. അപ്പോൾ അവിടെ ഹാവ് വന്നു, പിന്നെ ബീൻ പ്ലസ് വാക്കിന്റെ കൂടെ ING ഫോം ആഡ് ചെയ്തു. അപ്പൊ ഐ വാക്ക് ടു സ്കൂൾ അതിന്റെ മലയാളം നടക്കുന്നു. പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ നടക്കുകയാണ്. പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ നടന്നിട്ടുണ്ട്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ 4 എണ്ണമാണ് നമ്മൾ പ്രസന്റ് ടെൻസിൽ വേർബിന്റെ വ്യത്യാസം വരുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ഷീ പ്ലേസ് ടെന്നീസ്.
ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഷീ പ്ലേസ് ടെന്നീസ്. അവിടെ ഇതിന്റെ പ്ലേസിന്റെ കൂടെ അത് വേർബിന്റെ കൂടെ നമ്മൾ എസ് ചേർക്കുന്നുണ്ട്. ഷീ പ്ലേസ് ടെന്നീസ്. ഐ ആണെങ്കിൽ ഐ പ്ലേ ടെന്നീസ്. സോ പ്ലേസ് ഇവിടെ ഷീ സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മുടെ പ്ലേസ് വേർബ് സിംഗുലർ ആണ് യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഷീ പ്ലേസ് ടെന്നീസ്. ഇവിടെ ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ എങ്ങനെ ചോദിക്കുന്നതാണ്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് ഈ സെന്റൻസിൽ നോക്കുവാണെങ്കിൽ ഇതിനെ നെഗറ്റീവ് ആക്കുവാണെങ്കിൽ ഷീ ഡു നോട്ട് പ്ലേ ടെന്നീസ്. ഇവിടെ പ്ലേ ഡു നോട്ട് അല്ല, ഡസ് അല്ലേ വരുന്നത്? ഡസ് ആണ്. ഷീ പ്ലേസ് ടെന്നീസ്. അത് പ്ലേസ് ഇതിനെ നെഗറ്റീവ് ആക്കുകയാണെങ്കിൽ ഷീ ഡസ് നോട്ട് പ്ലേ ടെന്നീസ് അല്ലെങ്കിൽ ഡസിൻ പ്ലേ ടെന്നീസ്. ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ പോസിറ്റീവായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ഡസ് ഷീ പ്ലേ ടെന്നീസ് അങ്ങനെ വരും. അതുപോലെ നെഗറ്റീവായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഡസിൻ ഷീ പ്ലേ ടെന്നീസ്. അപ്പൊ ഇവിടെ പ്ലേസ് വരുന്നതുകൊണ്ട് അവിടെ ഡസ് വരുന്നു. ഇപ്പൊ ഐ ആണ് സബ്ജക്റ്റ് ആണെങ്കിൽ ഐ പ്ലേ ടെന്നീസ് ആണെങ്കിൽ ഐ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലേ നമ്മൾ പ്ലൂരിൽ വെക്കുന്നു. വേർബ് പ്ലേ പ്ലൂരിലാണ്. ഐ പ്ലേ ടെന്നീസ് അങ്ങനെ വെക്കുന്നത്. സോ ഇപ്പൊ അത് ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ പോസിറ്റീവായിട്ട് ചോദിക്കുവാണെങ്കിൽ അല്ല നെഗറ്റീവ്, ഇപ്പൊ ഐ പ്ലേ ടെന്നീസിനെ നെഗറ്റീവ് ആക്കുവാണെങ്കിൽ ഐ ഡു നോട്ട് പ്ലേ ടെന്നീസ്. അപ്പൊ പ്ലേ അവിടെ ഡു വെച്ചിട്ടാണ് നമ്മൾ നെഗറ്റീവ് ആക്കുന്നത്. ഐ ഡു നോട്ട് പ്ലേ ടെന്നീസ്. അതുപോലെ അതിനെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ ഐ ഉള്ളത് യു ആവും. ഡു യു പ്ലേ ടെന്നീസ്. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത് ഡോണ്ട് യു പ്ലേ ടെന്നീസ്. ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇതാണ് പ്രസന്റ് ടെൻസിന്റെ നെഗറ്റീവ്സ്. ഇനി പറയണം പ്രസന്റ് കണ്ടിന്യൂസ് അതുപോലെ തന്നെ. അതിന് ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. അതിൽ നമുക്കറിയാലോ പ്രസന്റ് കണ്ടിന്യൂസ് നേരത്തെ എക്സാമ്പിൾ പറഞ്ഞത് ഐ ആം വാക്കിംഗ് ടു സ്കൂൾ. അതാണ് പ്രസന്റ് കണ്ടിന്യൂസ്. അവിടെ വ്യത്യാസം വരുന്നത് ING ഫോം, വാക്ക് ING ഫോമായി. പിന്നെ ഐയുടെ കൂടെ ആം ചേർത്ത് ഐ ആം വാക്കിംഗ് ടു സ്കൂൾ. അപ്പൊ ഇതിന് പോസിറ്റീവും നെഗറ്റീവും സെയിം രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റും. അതിനെ നെഗറ്റീവ് ആക്കുവാണെങ്കിൽ ഐ ആം നോട്ട് വാക്കിംഗ് ടു സ്കൂൾ. അങ്ങനെ നോട്ട് ജസ്റ്റ് നോട്ട് ആഡ് ചെയ്താൽ മതി. വാക്കിംഗ് ടു സ്കൂൾ അങ്ങനെ വരും. അതുപോലെ നമ്മൾ ഇതിനെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ ഡു യു വാക്കിംഗ് ടു സ്കൂൾ. ആർ യു ഓക്കെ. ആർ യു വാക്കിംഗ് സ്കൂൾ, ആർ യു വാക്കിംഗ് ടു സ്കൂൾ അങ്ങനെ വരും. ഇനി അതിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ നടന്നിട്ടുണ്ട്. ഐ ഹാവ് വാക്ക് ടു സ്കൂൾ. ഐ ഹാവ് അവിടെ ആഡ് ചെയ്തു. വാക്ക് വേർബ് വാക്ഡ് ആയി പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പം അതിന്റെ മലയാളം വരുന്നത് നടന്നിട്ടുണ്ട്. ഐ ഹാവ് വാക്ക് ടു സ്കൂൾ എന്ന് പറയുമ്പോൾ നടന്നിട്ടുണ്ട്. അതാണ് അതിന്റെ മലയാളം മീനിങ് വരുന്നത്. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഹാവ് യു വാക്ക് ടു സ്കൂൾ. അതിന്റെ നെഗറ്റീവ് ആണെങ്കിൽ ഹാവിങ് യു വാക്ക് ടു സ്കൂൾ അങ്ങനെ വരുന്നു. ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഐ ഹാവ് ബീൻ വാക്കിംഗ് ടു സ്കൂൾ. അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മീനിങ് വരുന്നത്. ഓക്കെ, ലക്ഷ്മി പോയോ? ലക്ഷ്മി കേൾക്കുന്നില്ലല്ലോ. ഓക്കെ, എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ആയിരിക്കാം.
ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും പ്രസന്റൻസ് ക്ലിയർ ആണോ? മനസ്സിലായോ നിങ്ങൾക്ക്? ജെന്യുവൻ ആയിട്ട് റിപ്ലൈ ചെയ്യട്ടോ. പെർഫെക്റ്റ് ടെൻസിലും പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും ഈ ഫോർ സിൻസ് അത് കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരുന്നുള്ളൂ അല്ലേ? പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണത്. പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ് കൂടുതൽ യൂസ് ചെയ്യുക. ഓക്കെ. ഈ കണ്ടിന്യൂസ് പൊതുവെ യൂസ് ചെയ്യാത്ത ഒരു ടെൻസും കൂടിയാണ് കേട്ടോ. കമ്മ്യൂണിക്കേഷനിൽ പൊതുവെ യൂസ് ചെയ്യാറ്. അതിന് പകരം നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിർബന്ധമൊന്നുമില്ല പെർഫെക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യണം നിർബന്ധമൊന്നും ഇല്ലെങ്കിൽ പോലും കുറച്ച് അഡ്വാൻസ്ഡ് ആയി പഠിക്കുന്നവർക്കും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരും ഈ പറയുന്ന പെർഫെക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യാറുണ്ട്. സംടൈംസ് we can use present and continuous instead of perfect continuous. Okay. അപ്പോ പ്രസന്റ് ടെൻസ് ക്ലിയർ ആണല്ലോ. നമ്മളൊരു കാര്യം ചെയ്യും, ഓരോ ടെൻസും അതിന്റെ സ്ട്രക്ചേഴ്സും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒന്ന് എഴുതി വെക്കാം, ഒന്ന് എഴുതി പഠിക്കാം, കുറച്ചുകൂടെ ക്ലിയർ. ഓക്കെ, ഇനി ടേം എക്സാം ആണ് അല്ലെ? മറ്റന്നെയാണല്ലേ, 6-ാം തീയതി ടേം എക്സാം ആണ്. 10 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ നിന്നുള്ളൂ. 50 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അത് 40 ക്വസ്റ്റ്യൻസ് മോണ്ടിസോറി പോർഷനിൽ നിന്നും 10 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് പോർഷനിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, 2 മാർക്ക് ഇതാണ്. അങ്ങനെ 100 മാർക്കിലാണ് എക്സാം വരുന്നത്. ഈ 10 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷില് നമ്മൾ എടുത്ത ചാപ്റ്റേഴ്സ് ആയ നൗൺ, വെർബ്, വെർബിനില്ല, വെർബിന് സംശയമാണ്. നൗൺ, പിന്നെന്താ അഡ്ജക്റ്റീവ്, ആഡ്വേർബ്, പ്രിപ്പോസിഷൻ, ഇത്രയും ചാപ്റ്റേഴ്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഒരുപാട് വലിയ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, സിമ്പിൾ ആണ്. അതില് നൗണില് പഠിക്കേണ്ടത് നമ്മുടെ നൗൺ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നൗൺസ് ഉണ്ടല്ലോ. ഓക്കെ, വെർബിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ, വെർബിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ നൗൺ ഉണ്ട്, വെർബ് ഉണ്ട്, അഡ്ജക്റ്റീവ് ഉണ്ട്, ആഡ്വേർബ് ഉണ്ട്, പ്രിപ്പോസിഷൻ ഉണ്ടെങ്കിൽ 5 ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. 5 ചാപ്റ്ററിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആലോചിക്കാലോ, വളരെ ഈസി എക്സാം ആയിരിക്കും. ഓക്കെ, നൗൺ പോർഷനിൽ നിങ്ങൾ പഠിക്കേണ്ടത് നമ്മുടെ നൗൺസ് ഉണ്ടല്ലോ, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് നൗൺസ് ഉണ്ടല്ലോ. അതില് പ്രോപ്പർ, കോമൺ, ആബ്സ്ട്രാക്ട്, കളക്റ്റീവ് നൗൺ എന്നൊക്കെ പറഞ്ഞ കുറച്ച് നൗൺസ് ഉണ്ട്. അതില് നമ്മൾ ക്വസ്റ്റ്യൻ എങ്ങനെയാ വരാം? 4 ഓപ്ഷൻ തന്നിട്ട് അതിൽ ഏതാണ് പ്രോപ്പർ നൗൺ എന്ന് ചോദിക്കും. അത് എളുപ്പമല്ലേ എഴുതാനായിട്ട്. അതുപോലെ 3 ഓപ്ഷൻ തന്നിട്ട് ഇതിൽ ആബ്സ്ട്രാക്ട് നൗൺ കണ്ടുപിടിക്കാൻ പറഞ്ഞത് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? പറ്റോ? ഫോർ എക്സാമ്പിൾ പെൻ, ടേബിൾ, ഈഗോ, ഈ 3 ഓപ്ഷനിലും ആബ്സ്ട്രാക്ട് നൗൺ ഏതാണ്? ടേബിളോ? ആബ്സ്ട്രാക്ട് നൗൺ ഏതാണ്? ഈഗോ അല്ലേ? ഈഗോ ആണ് കേട്ടോ. ടേബിൾ, പെൻ, ഈഗോ എന്ന് പറഞ്ഞ ഈ 3 ഓപ്ഷനിലെ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത് ഈഗോയാണ്. ഓക്കെ, അതുപോലെ തന്നെ റിലേറ്റീവ് പ്രോണൗണിന് ഒരു ക്വസ്റ്റ്യൻ വരും കേട്ടോ. റിലേറ്റീവ് പ്രോണൗൺ അതെന്തുവാകാം? വിച്ച്, ദാറ്റ് ഒക്കെ ഉണ്ട്. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഹൂ, ഹൂസ്, ഹൂ, ഇത് 3 പഠിച്ചാൽ മതി. ഇനിയിപ്പോ വേണമെങ്കിൽ ഫോർ എക്സാമ്പിൾ ദ ഗേൾ ഡാഷ് വോൺ ദ പ്രൈസ്, ഏതായിരിക്കും ആൻസർ പറയാം? ദ ഗേൾ ഡാഷ് വോൺ ദ പ്രൈസ്. ഹൂ ആണ്. ദ ഗേൾ ഹൂ വോൺ ദ പ്രൈസ്, ഹൂ ആണ് വരാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. നൗണിന്ന് ഞാൻ പറഞ്ഞത് ഇമ്പോർട്ടന്റ് പ്രോപ്പറും ആബ്സ്ട്രാക്റ്റും നോക്കാം. അതുപോലെ റിലേറ്റീവ് പ്രോണൗൺ നോട്ട് ചെയ്ത് വെക്കും. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ച് നിങ്ങൾ എക്സാമിന് ബേസ് ചെയ്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്, നോട്ട് ചെയ്ത് വെക്കാൻ. അത് മാത്രം പഠിച്ചിട്ട് പോയാൽ മതി കേട്ടോ. നൗണില് പ്രോപ്പർ ആൻഡ് ആബ്സ്ട്രാക്ട് നൗൺ, ആൻഡ് പിന്നെ റിലേറ്റീവ് പ്രോണൗണില് ഹൂ ആൻഡ് ഹൂസ്, രണ്ടും പഠിക്കും. ഓക്കെ, ക്ലിയർ? നോട്ട് ചെയ്തോ?
അതുപോലെ തന്നെ പറഞ്ഞ മാം റിലേറ്റീവ് പ്രോണൗണിൽ ഹൂ ആൻഡ് ഹൂസ്. നൗണില് നൗൺ ചാപ്റ്ററില് നാലെണ്ണം ഇമ്പോർട്ടന്റ് ഞാൻ പറഞ്ഞു. പ്രോപ്പർ നൗൺ, ആബ്സ്ട്രാക്ട് നൗൺ, അതുപോലെ റിലേറ്റീവ് പ്രോണൗണിൽ നിന്ന് ഹൂ ആൻഡ് ഹൂസ്. ഓക്കെ, ഇനി വെർബിലേക്ക് പറയുകയാണെങ്കിൽ ഇറഗുലർ വെർബും റെഗുലർ വെർബും ഒന്ന് നോക്കി വെക്കാം. റെഗുലർ വെർബും ഇറഗുലർ വെർബും ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും, 3 ഓപ്ഷൻ തന്നിട്ട് ഇതിലെ റെഗുലർ വെർബ് ഏതാണ് എന്ന് ചോദിക്കും. കം, ഗോ, പ്ലേ. ഇതിലെ ഏതാണ് റെഗുലർ വെർബ്? കം, ഗോ, പ്ലേ. പ്ലേ ആണ്. ഇറഗുലർ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ വരും. അപ്പൊ റെഗുലറും ഇറഗുലറും നോക്കി വെക്കാം. ഇനി അഡ്ജക്റ്റീവിലേക്ക് പോവാണെങ്കിൽ അഡ്ജക്റ്റീവില് നമുക്ക് അഡ്ജക്റ്റീവ് എന്താണെന്ന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ അഡ്ജക്റ്റീവ് ഫ്രേസ് നോക്കി വെക്കുക കേട്ടോ. അഡ്ജക്റ്റീവില് അഡ്ജക്റ്റീവും അഡ്ജക്റ്റീവ് ഫ്രേസും നോക്കി വെക്കുക. ആൻഡ് ആഡ്വേർബിലേക്ക് വരാണെങ്കിൽ ആഡ്വേർബ് ക്ലോസും നോക്കി വെക്കുക. ഓക്കെ, ഇനി പ്രിപ്പോസിഷനിലേക്ക് പോവാണെങ്കിൽ പ്രിപ്പോസിഷൻ നമുക്ക് ഒരുപാട് പ്രിപ്പോസിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതില് ഒരു 3 പഠിച്ചു വെക്കും കേട്ടോ. 3 പഠിക്കും. ഇൻ, അറ്റ്, ബൈ. 3 ഇൻ, അറ്റ്, ബൈ. ഈ 3 പ്രിപ്പോസിഷനും നോക്കി വെക്കാം. ഇൻ, അറ്റ്, ബൈ. അതുപോലെ തന്നെ വെർബിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ വെർബ് ചാപ്റ്റർ ബേസ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. മീൻസ് അല്ലെങ്കിൽ ടെൻസിന്റെ ബേസ് ചെയ്താണെങ്കിലോ, ടെൻസും വെർബൊക്കെ ഓക്കെ തന്നെയാ. ഇങ്ങനെയും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവിടെ എന്തായിരിക്കും ആൻസർ വരാ? സിംഗിങ് ആണ് വരാ. ING ഫോം ആണ് വരാ അല്ലെ? സിംഗിങ് സോങ്. ഓക്കെ, ഇനിയിപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഏതായിരിക്കും വരാം? ഐ ഹാവ് ഡാഷ് എ ലെറ്റർ. റിട്ടൺ എ ലെറ്റർ. V3 ഫോം ആണ് വരാ കേട്ടോ. V3 ഫോം ആണ് വരാ. ഫസ്റ്റത്തേല് ING ഫോം ആയ V4 വരും. ഇത് V3 വരും കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. 10 ക്വസ്റ്റ്യനേ ഉള്ളൂ. സിമ്പിൾ ആണ്, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? Just wait, I'll be back. അപ്പോ ക്ലിയർ ആണ് അല്ലെ? ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനോ എന്തെങ്കിലും ഉണ്ടോ? ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഡൗട്ട്സോ അല്ലെങ്കിൽ എക്സാമിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കൂ. എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. മാം തന്നെ മോക്ക് ടെസ്റ്റ് ഒക്കെ നോക്കി വരാല്ലേ മാം? വേണ്ട, അതെ ഇത്രയും നോക്കിയാൽ മതി. ഇപ്പൊ ഞാൻ പറഞ്ഞ മാത്രം നോക്കാം. ഒരുപാട് വലിച്ചുവാരി പഠിക്കേണ്ട, ഇത്രയും നോക്കിയാൽ മതി. കാരണം നിങ്ങൾ ഇതൊക്കെ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റും, എളുപ്പമാണ്. പ്രോപ്പർ, കോമൺ, ഹൂ, ഹൂസ് ഇത്രയും പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും.
അതുപോലെ തന്നെ പ്രപ്പോസിഷനിലൊക്കെ പോവാണെങ്കിൽ ഇന്ന അറ്റ് ബൈ, ഇത് മൂന്നും എവിടേക്ക് വരും എന്ന് ഏകദേശം ഐഡിയ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, അതുപോലെ അഡ്ജക്റ്റീവ് ആണെങ്കിലും അഡ്ജക്റ്റീവ് ഫ്രേസ് ആണെങ്കിലും ആഡ്വർബ് ആണെങ്കിലും ക്ലോസ് ആണെങ്കിലും നിങ്ങൾ നോക്കി വെക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ അതെങ്ങനെയൊക്കെയാണ് വരാം. ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ എളുപ്പമല്ലേ. അല്ലാതെ മോക്ക് ടെസ്റ്റിലെ സെയിം ക്വസ്റ്റ്യൻസ് ഒന്നും എക്സാമിൽ വരില്ല കേട്ടോ. ഓക്കെ, അഡ്ജക്റ്റീവ് ക്ലോസ് വരുമോ? അഡ്ജക്റ്റീവ് ക്ലോസ് അഡ്ജക്റ്റീവ് ഫ്രേസും അഡ്ജക്റ്റീവ് മാത്രമേ ഉള്ളൂ. ആഡ്വർബിലാണെങ്കിൽ ആഡ്വർബും ക്ലോസും ഉള്ളൂ, ഫ്രേസ് ഇല്ല കേട്ടോ. ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ് അല്ലെ. ഇന്നത് തന്നെ ചോദിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. നമുക്ക് നമ്മൾ മനസ്സിലാക്കി പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ എളുപ്പം, ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെന്താ, പിന്നെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇപ്പൊ മഴക്കാലല്ലേ മാം, അപ്പൊ ആ സമയത്ത് ഇപ്പൊ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇടിയോ മഴയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കട്ടായി പോയാലോ? അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ തന്നെ എന്റെ കട്ടായി പോയായിരുന്നു. കട്ടായി പോയാലേ അപ്പൊ തന്നെ പി ആർ വിളിക്കാം. പി ആർ വിളിച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, അല്ലാതെ ടീച്ചേഴ്സിനെയോ വേറെ ആരെയും കോണ്ടാക്ട് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. ഡയറക്ട്ലി നിങ്ങൾ ഓഫീസിൽ കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ പി ആർ വിളിക്കുക, അവരുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ കട്ടാക്കിയിട്ട് വിളിക്കുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടാവുമോ? അത് അവര് പറഞ്ഞു ക്ലാസ്സിൽ കട്ടായിട്ട് മാം എക്സാമ്പിൾ അവിടെ ടൈപ്പ് ചെയ്യുമ്പോ പിന്നീട് അത് ഓണാകുമ്പോ കാണില്ലേ, അതാ ചോദിച്ചത്. ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാവും, അതൊക്കെ അവര് പറഞ്ഞു തരും കേട്ടോ. എന്തുണ്ടെങ്കിലും ചോദിക്കുവോ, അതും ടീച്ചേഴ്സ് ഒക്കെ ആയിട്ട് ഒരു ബന്ധവും ഇല്ല. എക്സാം നടത്തുന്നത് ഞങ്ങളല്ല, വേറെ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആണ്, അവരുണ്ടാവുള്ളൂ. അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഫസ്റ്റ് ടൈമിൽ സംസാരിച്ച സാറിനല്ലേ വിളിക്കാൻ പറഞ്ഞത്? പി ആർ ഒ അല്ലാതെ നിങ്ങളെ വിളിക്കില്ലേ? നിങ്ങൾ ഫീയും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ ഫീസ് അവരെ കോണ്ടാക്ട് ചെയ്യും. അത് എന്താ പ്രശ്നം എന്നറിയോ? സ്മാർട്ട് ശ്രീ 1 2 3 കൊണ്ട് കുറെ നമ്പർ സേവ് ആക്കിയിട്ടുണ്ട്, ആരെയും വിളിക്കണ്ടെന്ന് അറിയില്ല. നല്ല കാര്യം. ഫസ്റ്റ് ക്ലാസ് എടുത്തത് ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ ആണ്. സാറിനെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. സാറ് കോളേജിൽ ചെയ്യുന്നതാണ്, ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി എന്താ സംശയം? നമുക്ക് എക്സാം അറിയാലോ, എപ്പോഴാണെന്ന് അറിയാലോ. 7 to 8 ആണ് എക്സാം ടൈം വരുന്നത്. കാരണം എല്ലാവർക്കും ഓക്കെ ആയ കൺവീനിയന്റ് ടൈമിലാണ് നമുക്ക് എക്സാം വെച്ചിരിക്കുന്നത്. ഓക്കെ, ടെൻഷൻ അടിക്കാതെ എക്സാം അറ്റൻഡ് ചെയ്യുക. ഇത് ഒരു ടേം എക്സാം ആണ്. നിങ്ങൾക്ക് എങ്ങനെ എക്സാം, നിങ്ങൾ എങ്ങനെയാണ് എക്സാം എന്ന് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടാൻ വേണ്ടി നടത്തുന്ന ഒരു എക്സാം ആണ്. ഓക്കെ, അതുകൊണ്ട് ടെൻഷൻ ഒന്നുമില്ലാതെ കൂളായിട്ട് അറ്റൻഡ് ചെയ്യും. മെയിൻ എക്സാം ഇങ്ങനെയല്ല കേട്ടോ. മെയിൻ എക്സാം ഇങ്ങനെയല്ലാന്ന് വെച്ചാല് 50 ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ഒറ്റ പേപ്പർ ആയിരിക്കില്ല വരാം. അറിയാലോ, മെയിൻ എക്സാം പേപ്പർ എത്ര പേപ്പർ ഉണ്ട്? നിങ്ങൾ 7 പേപ്പർ ഉണ്ട് അല്ലേ? 7 പേപ്പർ ഉണ്ട്. അതിലൊരെണ്ണമാണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ തന്നെ 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാ പേപ്പേഴ്സിലും 50 ക്വസ്റ്റ്യൻസ് വെച്ചായിരിക്കും വരാം. അത് ഒരൊറ്റ ദിവസമായിരിക്കും അല്ലേ ഇംഗ്ലീഷ് എന്നുള്ളത്? 10 ദിവസമായിരിക്കും എക്സാം. അങ്ങനെ 7 ദിവസം കൊണ്ടായിരിക്കും നിങ്ങൾക്ക് എക്സാം നടക്കുക. ഓക്കെ, അതും എല്ലാവരും 100 മാർക്സിലായിരിക്കും വരാം. ഹോസ്പിറ്റലാണോ? ഓക്കെ പാരീസ് ആണോ? ബിസ്മിയെ പുറത്താണെന്ന് പറഞ്ഞു. ഓക്കെ, പനിയാണോ? റെസ്റ്റ് എടുക്കൂട്ടോ, നന്നായിട്ട് റെസ്റ്റ് എടുക്കാം. ഹെൽത്തി ആയിട്ടിരിക്കുക എപ്പോഴും. ഓക്കെ, പിന്നെന്താ, എക്സാം എപ്പോഴും നമുക്കറിയാം ഓൺലൈൻ ആണ്. റേഞ്ച് ഒക്കെ ചെക്ക് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യാം. അതുപോലെ എക്സാം കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ സബ്മിറ്റ് ചെയ്ത് പോകരുത്. ഒന്നുകൂടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് റീവൈൻഡ് ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്തൊക്കെ വായിച്ചു നോക്കുക. കറക്റ്റ് ആൻസർ തന്നെയാണോ നമ്മൾ സെലക്ട് ചെയ്തത് എന്നൊക്കെ ഒന്നുകൂടെ റീചെക്ക് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം ചെയ്തിട്ട് ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യും. കേട്ടല്ലോ? പിന്നെന്താ,
പിന്നെന്താ പറയാ, എന്ത് ഡൗട്ട്സ് ഇല്ല എക്സാമിന്? 2 ആണ് കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്നത്. എന്തോ ഇംഗ്ലീഷ് ശരി കുഴപ്പമില്ല, പാർട്ട് 2 ഭയങ്കര കൺഫ്യൂഷൻ. ചൈൽഡ് ഡെവലപ്മെന്റ്, സൈക്കോളജി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണു. അതാണ് പഠിക്കുക ഒന്നിച്ചിട്ട് വരുന്ന കാരണം കൊണ്ട്, എക്സാം എല്ലാം കൂടി ഒന്നിച്ചിട്ടായ കാരണം. ആരാ എടുക്കുന്ന പോർഷൻ? ആതിര മിസ്സും അപർണ മിസ്സും എടുക്കണത്. അത് നാളെ ആതിര മിസ് ആയിരിക്കും കേട്ടോ ക്ലാസ്സില്, ചോദിച്ചോളൂ ഡയറക്റ്റ്. ഒരേപോലെ തോന്നുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണു. പഠിക്കുക, അല്ലാതെ എന്ത് പറയാനാണ് അല്ലേ? അതന്നെ, അത് ശരിയാ. അപർണ മിസ്സിന്റെതും ആതിര മിസ്സിന്റെതും ഏകദേശം മാറിപ്പോന്നു ഇങ്ങനെ. ഞാൻ പറയാം അവരോട്. പിന്നെ പിന്നെന്താ, എന്ത് പറയാൻ വന്നാണ് പോയി. അപ്പൊ ഓൺലൈൻ ആയിട്ട് കൊണ്ട് തന്നെ റേഞ്ച് ഒക്കെ ചെക്ക് ചെയ്തിട്ടൊക്കെ ഇരിക്കുക, ധൃതി പിടിച്ച് സബ്മിറ്റ് ചെയ്യണ്ട. എക്സാമിനെ ബേസ് ചെയ്ത് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അവിടെ ഇരിക്കുന്ന എക്സാം ഹാൾ ഹാൻഡിൽ ചെയ്യുന്ന ഇൻവിജിലേറ്ററിനോട് ചോദിക്കുക കേട്ടോ, എന്താണെങ്കിലും ചോദിക്കുക. മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ട ഒരു കാര്യം മ്യൂട്ട് ചെയ്യാം, മ്യൂട്ട് ചെയ്യുകയും ചെയ്യണം, ക്യാമറ ഓൺ ചെയ്യണം കേട്ടോ. ടൈം എടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല, 1 അവർ എക്സാം, 1 അവർ തന്നെ നിങ്ങൾക്ക് അവിടെ ഇരിക്കുക. അല്ലെങ്കിൽ ഇനി അരമണിക്കൂർ എക്സാം കഴിഞ്ഞെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ ഇരിക്കുക വേണമെങ്കിൽ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവര് കുറച്ചുകൂടെ നേരത്തെ സബ്മിറ്റ് ചെയ്യാൻ നോക്കുക, ഒരു 15 മിനിറ്റ്സ് ടൈം വെച്ചിട്ടെങ്കിലും സബ്മിറ്റ് ചെയ്യാൻ നോക്കാം. കാരണം റേഞ്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ സബ്മിഷൻ അവിടെ കാണിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ എക്സാം ഒന്നുകൂടെ അറ്റൻഡ് ചെയ്യേണ്ടി വന്നേക്കാം, മേ ബി, പറയാൻ പറ്റില്ല. നമ്മൾ ഓഫ്ലൈൻ ആയിട്ടല്ലോ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്, അപ്പൊ പറയാൻ പറ്റില്ല. ഒന്നാമത് മഴക്കാലമാണ്, ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് ടൈം കൈ പിടിച്ച് സബ്മിറ്റ് ചെയ്യരുത്, കുറച്ചൊരു സമയം വെച്ചിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ സബ്മിഷൻ അഥവാ സംഭവിച്ചില്ലെങ്കിൽ, സബ്മിറ്റ് ആയില്ലെങ്കിൽ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ടാവും, കുറച്ചൊരു ടൈം ഉണ്ട്, നിങ്ങൾക്ക് എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, പിന്നെ അതൊന്നും ടെൻഷൻ ചെയ്യണ്ട. കാരണം ടേം എക്സാം എന്ന് പറയുമ്പോൾ തന്നെ ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. മെയിൻ എക്സാം ഒക്കെ നമുക്ക് മെയിൻ എക്സാം വേണമെങ്കിൽ സംഭവിക്കുന്നത് നമുക്ക് കുറച്ചുകൂടെ ഭയങ്കര നെർവസോ അല്ലെ. ഇത് നമുക്ക് ഓൾറെഡി 2 എക്സാം കഴിഞ്ഞിട്ടാണ് മെയിൻ എക്സാം വരുന്നതാണ്. അപ്പൊ നമുക്ക് എക്സാം എങ്ങനെയാണെന്ന് ഒരു ഐഡിയ നമുക്കുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ സബ്മിറ്റ് ആയി, അവിടെ സബ്മിഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പേപ്പർ അവിടെ സബ്മിറ്റ് ആയി എന്ന് ഇൻവിജിലേറ്റർ പറയാതെ നിങ്ങൾ ലീവ് ചെയ്ത് പോകരുത് കേട്ടോ. അതൊക്കെ അവർ പറയും ആ ടൈമിൽ. ഓക്കെ, പിന്നെ ക്യാമറ ഓൺ ചെയ്യുക, ക്യാമറ മസ്റ്റായിട്ട് ഓൺ ചെയ്യണം. അതുപോലെ തന്നെ മ്യൂട്ട് ചെയ്യുക, ഒരിക്കലും അൺമ്യൂട്ട് ചെയ്യാൻ പാടില്ല. ക്യാമറ ഓൺ ചെയ്തായിരിക്കണം എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊക്കെയാണ് പറയാനുള്ളത്. ഇനി എന്താ അറിയട്ടെ? എന്തെങ്കിലും അറിയാനുണ്ടോ? പ്രസന്റേഷൻ നന്നായിട്ട് പഠിക്കൂട്ടോ. സ്ക്രീൻ എങ്ങനെയാന്ന് ആലോചിക്കുക. ക്യാമറ ഓൺ ചെയ്തിട്ട് നമുക്ക് സ്ക്രീനിൽ ചെയ്യാൻ സൈഡ് സ്ക്രീൻ ആയിട്ട് വരില്ലേ? ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല, ഞാൻ എക്സാമിന് അറ്റൻഡ് ചെയ്തിട്ടില്ല. സോറി, എനിക്കറിയില്ല. നിങ്ങൾ അറ്റൻഡ് ചെയ്യൂട്ടോ, പേടിക്കാനൊന്നുമില്ല. എന്തിനാണ് പേടിക്കുന്നത്? സിമ്പിളാണ്. ഇനി ഞാൻ ഇംഗ്ലീഷിന്റെ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ഈ 10th ചാപ്റ്റർ കഴിഞ്ഞതാണ് എനിക്ക് 5, പിന്നെ ഏതാണ് 11, 14 ഇതൊക്കെ എടുക്കാൻ പറ്റും. അതുകൊണ്ട് പെട്ടെന്നൊക്കെ ഒന്ന് പഠിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് പഠിക്കൂ. പ്രസന്റൻസ് എന്നിട്ട് നോക്കാൻ പറ്റിയ പ്രസന്റൻസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആകും. നെക്സ്റ്റ് വീക്ക് തുടങ്ങി നന്നായിട്ടൊന്ന് പഠിക്കാം കേട്ടോ. പിന്നെന്താ, ചുമ്മാ ഇതിലൊക്കെ പറയും, സംസാരിക്കും. ഞാൻ ക്ലാസ് എടുക്കുന്നില്ല, ഇനി ക്ലാസ് എടുത്താൽ ശരിയാവില്ല. എക്സാം അല്ലേ, മൊത്തം കഴിയുന്നത്. അങ്ങോട്ട് മഴയുണ്ടോ മാം? മഴയുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. മഴയുണ്ട്, മഴക്കാലുണ്ട്. മഴ മുഴുവൻ രാത്രിയാണ്, നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഇവിടെ പെയ്യുന്നുണ്ട് ഇടിയും മഴയും. എവിടെയാ സ്ഥലം, എവിടെയാ? കണ്ണൂരോ? അല്ല, കാസർഗോഡ്. കാസർഗോഡ്. ഇവിടെ മഴക്കാരുണ്ട്. ഇപ്പൊ രാവിലെ മഴയുണ്ടായിരുന്നു, ചെറിയൊരു മഴ.
പിന്നെന്താ ചൂട് കൊണ്ട് കുറച്ച് ആശ്വാസമുണ്ട്. എന്താണ് സ്ട്രെങ്ത് കുറയുന്നത്? എന്താ ഇന്ന് ക്ലാസ്സിൽ ആരും വരാത്ത? വെക്കേഷൻ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ ക്ലാസ്സിൽ ആരും വരാത്ത? ആൻസിന്റെ ഒന്നും അഡ്രസ്സേ ഇല്ല. ആൻസി ഒക്കെ ഉണ്ടോ എന്തോ? ആന്നേ, റീജിന് പോയി. റീജിന് മോളുടെ കാര്യം എന്തായി? ജോയിൻ ചെയ്തോ? അറിയോ ആർക്കെങ്കിലും? പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റീജിന്റെ മോളതിലുണ്ടോന്ന് അറിയില്ല കേട്ടോ, ഞാനറിയില്ല. കോണ്ടാക്ട് ഉണ്ടോ നിങ്ങൾ തമ്മില്? ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. ഇപ്പൊ 2 ദിവസമായിട്ട് വിവരമില്ല. ഒരു വിവരമില്ലേ? ആരുടെയും ഒരു വിവരമില്ല. ഒരുപാട് പേര് മിസ്സിംഗ് ആണ്. ഒരുപാട് പേര്, രേഷ്മ, പിന്നെ ഇടയ്ക്ക് അങ്ങനെ കുറെ പേര് മിസ്സിംഗ് ആണ് ക്ലാസ്സിൽ. ഞങ്ങൾ MTH ആയിട്ട് കമ്പയർ ചെയ്തൊരു ബാച്ചാണ്. അത് MTH അയൽവക്കത്ത് പോലത്തില്ല. ആൻസിക്ക് ഗ്രൂപ്പിൽ നല്ല ആക്റ്റീവ് ആയിരുന്നു. ഇപ്പൊ ആൻസിന് റിപ്ലൈ ഇല്ല. പേഴ്സണൽ മെസ്സേജ് അയച്ചപ്പോഴും റിപ്ലൈ കാണാനില്ല. എന്ത് ചെയ്യാൻ ആരുമില്ല. ഇങ്ങനെ പോയെന്നൊക്കെയാ നമുക്ക് പ്രസന്റേഷൻ കാര്യമായിട്ടൊക്കെ ചെയ്യേണ്ടി വരും. ഇപ്പൊ അതിന് ടൈം ഉണ്ടാവില്ല. ചിലപ്പോ നെക്സ്റ്റ് മന്തോട് കൂടി നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ആകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പഠിക്കാൻ നോക്കാം എല്ലാവരും. ഓക്കെ, ടെൻസ് കഴിഞ്ഞിട്ട് ഒരു പ്രസന്റേഷൻ ഉണ്ടാകും. ഒരു ചാപ്റ്റർ പ്രസന്റേഷന് വേണ്ടി ഉള്ള ഒരു ചാപ്റ്റർ ഉണ്ട്, അത് ഞങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതോടുകൂടി നമ്മുടെ ക്ലാസ് കംപ്ലീറ്റ് ആകും. ക്ലാസ്സിലെ പ്രസന്റേഷൻ ആയിരിക്കും അത് കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ എന്താ ടെൻസ് ഒക്കെ ഒന്ന് പഠിച്ചെടുക്കും കേട്ടോ. പ്രസന്റും ഇനി പാസ്റ്റ് ടെൻസ് ആണെങ്കിലോ, പാസ്റ്റ് ടെൻസ് ഒക്കെ ഓക്കെ അല്ലേ നിങ്ങൾക്ക്? മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? പാസ്റ്റ് ടെൻസ് ഡൗട്ട് ഉണ്ടോ? പ്രസന്റ് ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ. പ്രസന്റ് ടെൻസ് പഠിച്ചു കഴിഞ്ഞാല് പാസ്റ്റ് ടെൻസ് എളുപ്പമാണ്, ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം പ്രസന്റ് ടെൻസില് പറയാം, സിമ്പിൾ പ്രസന്റ് ടെൻസിലെ കൺഫ്യൂഷൻ ഒന്നും നമ്മുടെ പാസ്റ്റ് ഇല്ല. സിമ്പിൾ പാസ്റ്റ് വളരെ ഈസിയാണ്. സബ്ജക്റ്റിന് ശേഷം നമ്മൾ V2 ഫോം യൂസ് ചെയ്ത് കൊടുത്താൽ മാത്രം അവിടെ സിംഗുലർ എന്നോ പ്ലൂറൽ എന്നോ ഒന്നുമില്ല. ഏതൊരു സബ്ജക്റ്റിന്റെ കൂടെ നമുക്ക് V2 ഫോം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സിമ്പിൾ പാസ്റ്റ് ആകും. ഐ റോട്ട്, ഐ വാന്റ്, മനസ്സിലായോ? അങ്ങനെ പറയുന്നത് V2 ഫോം യൂസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മള് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഡസും ഡു ആണ് യൂസ് ചെയ്തെങ്കിൽ പാസ്റ്റിലേക്ക് വരുമ്പോ എന്തായിരിക്കും? ഡിഡ്. മനസ്സിലായോ? എളുപ്പമാണ് കേട്ടോ. പിന്നെ കണ്ടിന്യൂസ് ആണെങ്കിലോ, പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ വാസും വേറെ ആയിരിക്കും വരാം. ആമും ഈസും ഒക്കെയാണ് പ്രസന്റിലേക്ക്, പാസ്റ്റ് വാസും വേറെ ആയിരിക്കും. പെർഫെക്റ്റ് ആണെങ്കിൽ ഹാഡ് ആയിരിക്കും വരാം. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഹാഡ് ആയിരിക്കും വരാം. പറയൂ ഷൈമ, എന്താ വിഷയം? അല്ല മാം, ഞാൻ അത് പറഞ്ഞതാ, വാസും വേറൊന്ന് പറഞ്ഞതാ. അതെ, ഇനി ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഫ്യൂച്ചറിൽ പോവാണെങ്കിൽ ബില്ലാണ്, കംപ്ലീറ്റ് ബില്ല, ബില്ല് ഓൾറെഡി പെർഫെക്റ്റിലേക്ക് വരാണെങ്കിൽ ബില്ല് ഹാവ് വരും. നിങ്ങള് ടെൻസ് ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് ഒന്ന് വീഡിയോസ് ഒക്കെ ഒന്ന് കാണും കേട്ടോ. ക്ലാസ് ടെൻസിന്റെ കുറച്ചുകൂടി നിങ്ങൾക്ക് അറിയാനുണ്ട്, അത് അറിയണം, പഠിച്ചേ പറ്റും. ഓക്കെ, അതിന്റെ പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെ ഒന്ന് നന്നായിട്ട് നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് പഠിച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരും കേട്ടോ. ഓക്കെ, ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് എല്ലാ ടെൻസും കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, നമ്മള് ടെൻസിനെ കുറിച്ച് അത്യാവശ്യം നമ്മൾ അവെയർ ആയിരിക്കണം, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ടെൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു സെന്റൻസ് പറയാൻ, ഒരു മിസ്റ്റേക്ക് ഒന്നുമില്ല, ഒരു സെന്റൻസ് എഴുതാനെങ്കിലും പറ്റണ്ടേ. ടെൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അതൊരു ടെൻസിനെങ്കിലാണെങ്കിൽ അങ്ങോട്ടുള്ള ചാപ്റ്റർ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ബാക്ക് ടു ടെൻസിലേക്ക് വരുന്നത് ഒട്ടും പോസിബിൾ അല്ല, നമുക്ക് സമയമില്ല. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചൊക്കെ നന്നായിട്ട് പഠിച്ച് നോക്കിയിട്ടൊക്കെ വരാം. അതിലെ ഗ്രൂപ്പിലൊക്കെ ഡിസ്കസ് ചെയ്യാൻ, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പഠിക്കാം. മാം 2 ചാപ്റ്ററിന്റെ മോക്ക് ടെസ്റ്റ് ഒന്ന് അയക്കാനുണ്ട്, ഒന്ന് പറയാവോ? ഏതായിരുന്നു? മാമിന്റെ അല്ല, അത് കോഗ്നേറ്റീവ് ഡെവലപ്മെന്റും പിന്നെ ഏതാണ് ഒന്നും കൂടി ഉണ്ട്. ആരുടെ സബ്ജക്ട് ആയിരുന്നു അത്? ജിഷ മിസ്സിന്റെ. ഡിഫറൻസസ്. ജിഷ മിസ് ആണോ? ഒന്ന് ഓർമ്മിപ്പിക്കാവോ? ഇനി ഞങ്ങൾക്ക് ക്ലാസ് ഇല്ല ജിഷ മിസ്സിന്റെ. ജിഷ മാം ഇന്ന് ഇടാന്ന് പറഞ്ഞിട്ടുണ്ട്.
ആണോ? ഓക്കെ, ഞാൻ രണ്ട് ചാപ്റ്റർ അതെ ഞാനൊന്ന് സൂചിപ്പിച്ചു വെക്കാം. ഓക്കെ, എന്റെ ഇംഗ്ലീഷിന്റെ മോക്ക് ടെസ്റ്റ് ഒന്നും മിസ്സിക്കില്ലല്ലോ, എല്ലാം കംപ്ലീറ്റ് അല്ലേ? ഓക്കെ, ഇനി എന്താ, ഇനിയൊന്നും പറയാനില്ല കേട്ടോ. നിങ്ങൾ പഠിക്കൂ, നന്നായിട്ട് പഠിക്കൂ. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ടെൻസ് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞത് എന്ത് ഡൗട്ട്സ് ആണെങ്കിലും ഞാൻ ക്ലിയർ ചെയ്തത് കേട്ടോ. ഓക്കെ, പിന്നെന്താ, അത്രയേ ഉള്ളൂ. അതിന്റെ പേരായി നമുക്ക് ഇതിന് പറയാനുണ്ടോ? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? പണ്ടത്തെ പോലെ നിങ്ങൾ ആക്റ്റീവേ അല്ല. വെച്ച് നിങ്ങൾക്ക് എക്സാം എന്ന് പറഞ്ഞതോടെ പോയി. ഇനിയിപ്പോ എക്സാമിന്റെ പേര്, നേരത്തെ വെക്കേഷൻ ആണെന്ന് പറഞ്ഞു, ഇപ്പൊ എക്സാമിന്റെ പേര്. ഇനി എക്സാം കഴിയുമ്പോൾ ഞാൻ ഈ ക്വസ്റ്റനോട് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് പറയുന്നത് ഇത് കേൾക്കാം. ഓക്കെ, അപ്പോ നിങ്ങൾ അതിന്റെ പേര് സൈനോട്ട് പറയുമ്പോൾ ഞാൻ പോട്ടെ. എന്നാലും കുറെ 5 മിനിറ്റ് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കണം. സൈനോട്ട് പറയൂ. ഇല്ല, സൈനോട്ട് ഇല്ലല്ലോ, ഉണ്ടോ? Okay, ma'am. Thank you, ma'am. Thank you for revising all the chapters. Thank you, ma'am. നന്നായിട്ട് പറഞ്ഞു Thank you so തന്നതുകൊണ്ട് much. താങ്ക് യു. ഗംഭീരമഴ. എക്സാമിന് ഞാൻ പറഞ്ഞത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. വലിച്ചു വാരി പഴയ ക്വസ്റ്റ്യൻ പേപ്പറോ മോക്ക് ടെസ്റ്റോ ഒന്നും നോക്കണ്ട. ഞാൻ പറഞ്ഞത് മാത്രം പഠിക്കുക, കേട്ടല്ലോ? ഓക്കെ, സോ താങ്ക് യു ഓൾ, ആൻഡ് സീ യു നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു മാം. ഓക്കെ മാം, താങ്ക് യു.